ഞങ്ങളുടെ ഈ വർഷത്തെ പൊങ്കൽ ആഘോഷങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ വിശേഷ ദിവസം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷ ദിവസങ്ങളിൽ ഒന്നാണ്. കാർഷിക അവധിക്കൊപ്പം ഒരുമയുടെയും ഉയർച്ചയുടെയും നന്മയുടെയും സ്നേഹത്തിൻ്റെ ആഘോഷമാണ് പൊങ്കൽ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെന്നൈയിൽ പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. എല്ലാ വർഷവും പൊങ്കൽ അവധിക്ക് നാട്ടിൽ പോകുന്നത് കൊണ്ട് ഇവിടുത്തെ ആഘോഷങ്ങളിൽ കാണാനോ ഐതിഹ്യങ്ങളെക്കുറിച്ച് അറിയാനോ സാധിച്ചിട്ടില്ല. പ്രധാനമായും 4 ദിവസങ്ങളിലായിട്ടാണ് പൊങ്കൽ ആഘോഷങ്ങൾ. ആദ്യ ദിവസം ഭോഗി എന്ന പേരിൽ അറിയപ്പെടുന്ന പൊങ്കൽ പാഴ്വസ്തുക്കൾ കത്തിച്ച് പ്രത്യാശ നിറഞ്ഞ പുതിയ കാലത്തെ വരവേൽക്കാൻ തയ്യാറാവുന്നതാണ് ഭോഗി പൊങ്കൽ. രണ്ടാമത്തെ ദിവസം സൂര്യപ്പൊങ്കൽ എന്നും, മൂന്നാമത്തെ ദിവസം മാട്ടുപ്പൊങ്കൽ എന്നും, നാലാം ദിവസം കാണും പൊങ്കൽ എന്നും അറിയപ്പെടുന്നു. നഗരങ്ങളിലേക്കാൾ ഗ്രാമപ്രദേശങ്ങളിലെ ആഘോഷങ്ങളിലാണ് അതിൻ്റെ പൂർണ്ണമായ പ്രൗഢിയിൽ കാണാൻ കഴിയുക എന്ന് അറിയാൻ കഴിഞ്ഞു. എങ്കിലും തക്കുടുവിൻ്റെ ആദ്യത്തെ പൊങ്കലാഘോഷങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി. പൊങ്കൽ കാഴ്ചകൾ ആസ്വദിക്കാൻ രാവിലെ തന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് വീടിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ ക്ഷേത്രത്തിൽ ഒരു തമിഴ് കുടുംബം പരമ്പരാഗതമായ രീതിയിൽ പൊങ്കൽ ആഘോഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പൊതുവെ സ്നേഹസമ്പന്നരായ തമിഴ് ജനത അവരുടെ ആഘോഷങ്ങളിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്തുന്നതിന് ഒരിക്കലും മടി കാണിക്കാറില്ല. സ്നേഹപൂർവ്വം ഞങ്ങളെയും അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമാക്കി. പുതുതായി വിളവെടുത്ത അരി പശുവിൻ പാലിലും കരിമ്പ് പഞ്ചസാരയിലും തിളപ്പിച്ചാണ് വിഭവം തയ്യാറാക്കുന്നത്. തേങ്ങ, നെയ്യ് തുടങ്ങിയ അധിക ചേരുവകളും ഏലം, ഉണക്കമുന്തിരി, കശുവണ്ടി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും ഉപയോഗിക്കുന്നു. ഒരു മൺപാത്രത്തിലാണ് പാചകം ചെയ്യുന്നത്. അത് പലപ്പോഴും ഇലകളോ പൂക്കളോ കൊണ്ട് മാലയിടുന്നു. ചിലപ്പോൾ മഞ്ഞൾ വേര് കൊണ്ട് കെട്ടുന്നു. ഇത് പ്രധാനമായും സൂര്യപ്രകാശത്തിലാണ് പാചകം ചെയ്യുന്നത്. വിഭവം സൂര്യദേവനായ സൂര്യന് സമർപ്പിക്കുന്നു. ഇത് പരമ്പരാഗതമായി ആദ്യം ദേവന്മാർക്കും ദേവതകൾക്കും, പിന്നീട് ചിലപ്പോൾ പശുക്കൾക്കും, പിന്നീട് സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അർപ്പിക്കുന്നു. അവിടെ നിന്നും ഞങ്ങൾ നേരെ ശരവണ സ്റ്റോറിലേക്കാണ് പോയത്. പൊങ്കലാഘോഷങ്ങളുടെ ഭാഗമായി മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്ന അവിടെ പൊങ്കലിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ടാബ്ലോ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് സന്ദർശകർക്ക് കൗതുകമായിരുന്നു. പൊങ്കലിൻ്റെ രാത്രി കാഴ്ചകൾ കാണാൻ ഞങ്ങൾ രാത്രി 8 മണിക്ക് പുറത്തിറങ്ങി. റോഡിൻ്റെ ഇരുവശവും വഴിയോര കച്ചവടക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങളുടെ തിരക്കായിരുന്നു. കരിമ്പ്, കുരുന്നോല തുടങ്ങിയവയ്ക്കൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ആവശ്യക്കാർ ഏറെയുണ്ടായിരുന്നു.